എന്തു ചെയ്യും? എന്നാലും അദ്ദേഹം ആ മനുഷ്യനെ സഹായിക്കാൻ തന്നെ തീരുമാനിച്ചു. അദ്ദേഹത്തിന് ആവശ്യമുള്ളതെല്ലാം ആ ജ്ഞാനി ചെയ്തു കൊടുത്തു കേട്ടോ. അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, എനിക്ക് നിങ്ങൾക്ക് തിരിച്ചു തരുന്നതിനായി ഒന്നും എൻ്റെ കയ്യിലില്ല. പക്ഷെ നമ്മുടെ പ്രവാചകന്മാർ പറഞ്ഞിട്ടുണ്ട് മിശിഹ ജനിക്കുന്നത് ബത്ലഹേമിലാണെന്ന്. പക്ഷേ ജെറുസലേമിൽ എത്തിയപ്പോഴേക്കും അദ്ദേഹത്തിന് ജ്ഞാനികളുടെ സന്ദേശം കിട്ടി. ഞങ്ങൾക്ക് ഒരു നിമിഷം പോലും താമസിക്കാൻ കഴിയില്ല, അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ യാത്ര തുടരുകയാണ്. നിങ്ങളൊരു കാര്യം ചെയ്യൂ, നിങ്ങൾ മരുഭൂമി മുറിച്ചു കടന്ന് യാത്ര തുടരുക. അപ്പോൾ അടുത്ത സമസ്യ, എങ്ങനെ മരുഭൂമി കടക്കും? അങ്ങനെ അദ്ദേഹം തൻ്റെ രത്നങ്ങളിലെ സഫയറിൻ്റെ കല്ല് വിറ്റ് ഒട്ടകങ്ങളെയും യാത്രയ്ക്ക് ആവശ്യമുള്ള മറ്റു കാര്യങ്ങളും വാങ്ങിക്കുന്നു. ആ യാത്രയ്ക്കൊടുവിൽ ബത്ലഹേമിലെത്തിയപ്പോഴോ ജ്ഞാനികൾ മിശിഹായെ കണ്ട് 3 ദിവസങ്ങൾ പിന്നിട്ടിരുന്നു. അവിടെ നിന്നിരുന്നൊരു സ്ത്രീ അദ്ദേഹത്തോട് പറഞ്ഞു, ജോസഫ്